ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അവരയ്ക്ക സാമ്പാർ ഉണ്ടാക്കാം. ഇതാണ് അവരയ്ക്ക. വളരെ പോഷകമുള്ള ഒരു വെജിറ്റബിളാണ്. ഇതിന് ബ്രോഡ് ബീൻസ് എന്നും പറയും. ഇതിൽ ധാരാളം ഫൈബറുണ്ട്, പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ ഉണ്ട്. നമ്മളെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു നല്ലൊരു വെജിറ്റബിളാണ്. ഇതുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഒരു 10 അവരയ്ക്ക എടുക്കണം. അതിനെ ഇതുപോലെ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുക്കണം. പത്ത് അവരയ്ക്ക ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി വേണം. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. 10 ചെറിയ ഉള്ളി വേണം. 1/4 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്, 4 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങൾ, കായപ്പൊടി വേണം. ആദ്യം നമുക്ക് സാമ്പാർ പരിപ്പ് കുക്കറിലിട്ട് നമുക്ക് കഴുകിയെടുത്ത് വയ്ക്കണം. 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണേ. ഇതിലേക്ക് ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, അമരയ്ക്ക. ഇത് അവരയ്ക്ക എന്നാണ് പറയുക കേട്ടോ. ബ്രോഡ് ബീൻസാണിത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശകലം കായപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ശകലം കരിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ വേവിച്ചാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം കൂടെ നമുക്ക് ചേർക്കണം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇത് അടുപ്പിൽ ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി കടുക് വറുത്ത് കൂടെ നമുക്ക് ചേർക്കണം. ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/4 ടീസ്പൂൺ കടുകിടണം. കടുക് പൊട്ടിയതിന് ശേഷം ശകലം ഉലുവ കൂടെ നമുക്ക് ചേർക്കണം. ഉലുവ മൂത്തതിന് ശേഷം നമുക്ക് ഉള്ളി ചേർക്കാം. കരിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറിൽ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് കടുക് വറുത്തത് കൂടെ നമുക്ക് ചേർക്കാം. നമ്മുടെ സാമ്പാർ തയ്യാറായി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് കൂടെ നമുക്ക് ചേർക്കണം. മല്ലിയിലയും കൂടെ ചേർത്ത് സാമ്പാറിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശകലം കൂടെ നമുക്ക് മല്ലിയില കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. വളരെ ടേസ്റ്റിയായ ഒരു സാമ്പാറാണ് ഇത്.